ഓപ്പറേഷൻ സിന്ദൂർ വീണ്ടും ആരംഭിക്കാൻ സമയമായിരിക്കുന്നു. അതിൻ്റെ രണ്ടാം ഊഴം തുടങ്ങാൻ സമയമായിരിക്കുന്നു എന്നുള്ള സന്ദേശമാണ് ജമ്മു കാശ്മീരിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അവിടെ നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിൽ, നമ്മുടെ കാശ്മീരിൽ വളരെ സംശയകരമായ സാഹചര്യത്തിൽ പാകിസ്ഥാനിൽ നിന്നൊരു ഡ്രോൺ വന്നു. അത് സംശയകരമാകുന്നത് അത് വന്നത് കാശ്മീരിലായതുകൊണ്ടാണ്, വന്നിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നായതുകൊണ്ടുമാണ്. നമ്മുടെ പട്ടാളം സദാ ജാഗരൂകമായി, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, അതിൻ്റെ ഭാഗമായി സദാ ജാഗരൂകമായി നിലകൊള്ളുന്ന നമ്മുടെ പട്ടാളം, അതിലെ കരസേന അത് വെടിവെച്ച് വീഴ്ത്തി. ഇന്ത്യൻ മണ്ണിൽ നാശം വിതയ്ക്കുന്നതിനു മുമ്പ് തന്നെ അത് വെടിവെച്ചു വീഴ്ത്തി. അതിനെ തുർക്കിയുടേതാണോ ചൈനയുടേതാണോ അതോ പാകിസ്ഥാൻ്റേതാണോ, ഏതായാലും നമുക്കൊരു പ്രശ്നവുമില്ല. ഇതത് പരിശോധിക്കാൻ വേണ്ടി പട്ടാളം അങ്ങോട്ട് പോയിരിക്കുന്നതാണ്. കഴിഞ്ഞ രാത്രിയാണ് ഈ സംഭവം കാശ്മീരിന് നേരെ ഉയർന്നിരിക്കുന്നത്. കുറച്ചു നാളായിട്ട് അവിടെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഇരിക്കുകയായിരുന്നു. പക്ഷേ അസീം മുനീറിന് ഇടയ്ക്കിടയ്ക്ക് ആഹാരമൊക്കെ കൊടുത്ത് കൊഴുപ്പിച്ചുകൊണ്ട് വരികയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കക്കാർ തന്നെ സമനില തെറ്റിയ ആളെന്ന് വിശേഷിപ്പിക്കുന്ന ആൾ. അപ്പോൾ അതിൻ്റെ ഒരു കുത്തൽ ഇദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. ആ കുത്തൽ വന്നതിൻ്റെ ഫലമായിട്ട് വീണ്ടും ഒരു സാഹസത്തിന് വേണ്ടി മുതിരുകയാണ്. പാകിസ്ഥാനിലെ ബാക്കി മെഷീനറികളെല്ലാം ഇപ്പോൾ നിഷ്ഫലവും അതുപോലെ തന്നെ നിശ്ചലവുമാണ്. ആകെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അസീം മുനീർ എന്ന് പറയുന്ന റാഡിക്കൽ ഇസ്ലാം മാത്രമാണ്. അദ്ദേഹമാണ് എല്ലാത്തിൻ്റെയും തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ആണവ ബട്ടണിൽ ആരമർത്തണമെന്ന് തീരുമാനിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. ഒന്നുകിൽ അദ്ദേഹം, അല്ലെങ്കിൽ അവിടുത്തെ മതഭീകരർ. ഇവർ രണ്ടിൽ ആരെങ്കിലും ആയിരിക്കും അന്തിമമായിട്ട് അമർത്തുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അഹമ്മതി കാണിച്ചു കൊണ്ടിരിക്കുകയാണ് അസീം മുനീർ എന്ന് വേണം നനയ്ക്കാൻ. എന്തായാലും നമ്മൾ കാണേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ 5 തവണയാണ് പാകിസ്ഥാനിൽ നിന്ന് ഡ്രോണുകൾ വരുന്നത്. പക്ഷേ അതൊന്നും കാശ്മീരിലായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വലിയ പ്രാധാന്യവും ഗൗരവവും ഒന്നും ഇതിന് കൊടുക്കാതിരുന്നത്. അത് ഏറെക്കുറെ വന്നിരിക്കുന്നത് പഞ്ചാബ് മേഖലയിൽ. ആ പഞ്ചാബ് മേഖലയിൽ, പഞ്ചാബാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ദുരുപയോഗം നടത്തുന്ന ഒരു സംസ്ഥാനം. സിഖുകാർ അതിൽ വളരെ ദുഃഖിതരും കിന്നരും ആണ്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ഭരിക്കുന്നത് AAP ആണ്. അവർക്കിതൊന്നും പ്രശ്നമല്ല. ലഹരി കൊടുത്തും കള്ളു കൊടുത്തും മദ്യം കൊടുത്തും ആളുകളെ സുഖിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചവരാണല്ലോ അവർ, ഡൽഹി ഭരിച്ചിരുന്നവർ. അവർക്കിത് പുത്തരിയൊന്നുമല്ല. പക്ഷേ ഡ്രോണുകൾ വരണോ വരണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഇന്ത്യൻ സൈന്യമാണ്. വന്ന ഓരോ ഡ്രോണിനെയും നമ്മൾ നേരിട്ടു. പലതിലും മയക്കുമരുന്നുകളായിരുന്നു, ചിലതിലൊക്കെ ആയുധ കൺസൈൻമെൻറ്റുകൾ ഉണ്ടായിരുന്നു. അതിൽ പാക് ഓക്കുപ്പൈഡ് കാശ്മീരിൽ നിന്ന് വന്ന ഒരു ഡ്രോണിൽ ഉണ്ടായിരുന്നത് ആയുധങ്ങളായിരുന്നു. അതെല്ലാം എടുത്തു. ഏത് രാജ്യത്തിൻ്റെ ആണെന്ന് നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ പിന്നിലെന്നും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കാണ് ഈ ഡ്രോണുകൾ കൊടുക്കുന്നത്? മതമൗലികവാദികൾക്ക്, മതത്തിൻ്റെ പേരിൽ മാത്രം ജീവിക്കുന്നവർക്ക് വേണ്ടി, മതം കൊണ്ട് മാത്രം ജീവിക്കുന്നവർക്ക് വേണ്ടി സംഭാവന ചെയ്യുന്ന സപ്ലൈയാണ്. കൺസൈൻമെൻറ്റ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതാണ് ഡ്രോണിൽ ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്ന് സുഖിക്കുന്നത്. അവർക്ക് വേറെ പരിപാടിയൊന്നുമില്ല. തകർന്ന് തരിപ്പണമായ അവരുടെ സാമ്പത്തിക സ്ഥിതിയെ ഉയർത്താനൊന്നും ഒരു ശ്രമവും ഇല്ല. അത് വേണമെങ്കിൽ സൗദി അറേബ്യ തന്നോണം, അല്ലെങ്കിൽ അമേരിക്ക തന്നോണം. ആയുധങ്ങൾ അതും അമേരിക്ക തരണം. പണികൾ, മരാമത്ത് പണികൾ, പാലം പണികൾ, റോഡ് പണികൾ, ഇതെല്ലാം ചൈന വേണമെങ്കിൽ ചെയ്യും. ഞങ്ങൾ മതങ്ങളുടെ കാര്യം നോക്കിക്കൊണ്ട് ഇവിടെ ഇരിക്കും. പൻ്റെ AK ആൻ്റണി പറഞ്ഞതുപോലെ ഞാൻ ഒരു ഉത്തരവാദിത്വം ഏൽക്കുകയില്ല, മതത്തിൻ്റെ കാര്യം മാത്രം ഞങ്ങൾ നോക്കിക്കോളാം എന്നും പറഞ്ഞിരിക്കുന്ന കുറേ മതമൗലികവാദികളാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ ഭരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ. ജുഡീഷ്യറി എന്ന് പറയുന്ന സ്ഥാപനത്തെയൊക്കെ അവർ എന്നേ നിഷ്ഫലമാക്കി, നിഷ്പ്രയോജനമാക്കി, അതിനെ നിർവീര്യമാക്കി കഴിഞ്ഞിരിക്കുന്നു. ജഡ്ജിമാർ കൂട്ടത്തോടെയല്ലേ രാജിവെച്ചത് നമ്മൾ കണ്ടതാണല്ലോ, ആവർത്തിക്കുന്നില്ല. വിഷയത്തിലേക്ക് വന്നാൽ ഇതെല്ലാം വരുന്നത് രാത്രിയുടെ മറവിലാണ്. രാത്രിയുടെ മറവിലെ മിന്നാമിനുങ്ങുകളെ പോലെ വരികയാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, കാശ്മീരിൽ കൊടും തണുപ്പിൻ്റെ ശൈത്യമാണിപ്പോൾ. ആ ഒരു സമയമാണ്
ഏറ്റവും ഭീകരർക്ക് അനുകൂലമായിട്ട് വരുന്നത്, അവർ ഏറ്റവും അധികം പ്രയോജനപ്പെടുത്തുന്നത് ഈ കാലാവസ്ഥയുടെ ഈ കൊടും തണുപ്പാണ്, കാഠിന്യമാണ്. അപ്പം അതിൻ്റെ മറവിലാണ് വരുന്നത്. കാരണം പട്ടാളക്കാർക്ക് സജീവമായിട്ട് പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ, മഞ്ഞുമൂടിയ അന്തരീക്ഷം, മഞ്ഞുമൂടിയ പാതകൾ, ഇങ്ങനെയൊക്കെ ഒരു അന്തരീക്ഷം പ്രയോജനപ്പെടുത്താൻ വേണ്ടി ആസൂത്രിതമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അതപ്പോൾ ഇനി ഇങ്ങനെ തുടർന്നാൽ, ഇപ്പോൾ അങ്ങനെയൊന്നും അതൊക്കെ കണ്ടും കൊണ്ടും മിണ്ടാതിരിക്കുന്ന, കരഞ്ഞുകൊണ്ടിരിക്കുന്ന, നിഷ്ക്രിയമായിരിക്കുന്ന, പ്രീണിപ്പിക്കുന്ന ഒരു ഗവൺമെൻറ് അല്ല ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് തിരിച്ചടി കൊടുക്കും. തിരിച്ചടി എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ബട്ടണൊന്ന് അമർത്തിയാൽ മതി, എല്ലാം സജീവമായിട്ട് നിൽക്കുക. എണ്ണയിട്ട യന്ത്രം പോലെ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുക്കും. നമ്മൾ നോക്കൂ, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആദ്യഘട്ടത്തിൽ ഓരോരോ സത്യങ്ങളായിട്ട് പുറത്തു വരുന്നത്. 50 തവണയാണ് അമേരിക്കയുടെ കാല് പിടിച്ചത് പാകിസ്ഥാൻ. യുദ്ധത്തിൽ നിന്ന് ഇന്ത്യയോട് പറയണം, യുദ്ധത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് ഒഴിവാക്കി തരണം, യുദ്ധം ഒന്ന് അവസാനിപ്പിക്കാം, അവരോടൊന്ന് പറയണേ എന്ന് പറഞ്ഞിട്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചവരാണ് 50 ഒരു തവണയല്ല, ഉളുപ്പില്ലാതെ 50 തവണ നമസ്കരിച്ചവരാണ് പാകിസ്ഥാൻകാർ. അവരാണിപ്പോൾ ഈ ഡ്രോണുമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തണുപ്പത്താവുമ്പോൾ ഇന്ത്യൻ പട്ടാളക്കാരെല്ലാം ഉറങ്ങിക്കോളുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഉറങ്ങുകയില്ല ഇന്ത്യൻ പട്ടാളക്കാർ. ഉറങ്ങാത്ത കണ്ണുകളുമായി ജാഗ്രതയോടുകൂടി അവർ നോക്കിയിരിപ്പാണ്. ഓപ്പറേഷൻ സിന്ദൂറും അതുപോലെ അത് ഉറങ്ങുകയല്ല, കണ്ണുകൾ ജാഗ്രതയോടുകൂടി ഇരിക്കുകയാണ്. പക്ഷെ കൈകൾ പ്രവർത്തിക്കണോ എന്നുള്ളത് മാത്രമാണ് തീരുമാനിക്കേണ്ടത്. അതിൻ്റെ കൈകൾ അത് വിരാട രൂപത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡ്രോണും പിന്നെ ഇന്ത്യയിലേക്ക് വരില്ല. ഇതിപ്പോൾ വന്നിരിക്കുന്നത്, നമ്മളിപ്പോൾ ചോദിക്കും എന്തുകൊണ്ട് ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്നില്ല എന്ന്. നേരത്തെ വന്ന ഡ്രോണുകൾ വന്നപ്പോൾ തന്നെ എന്തുകൊണ്ട് നമ്മൾ തിരിച്ചടിച്ചില്ല എന്ന്. അത് വന്നിരിക്കുന്നത് ലൈൻ ഓഫ് കൺട്രോളിലാണ്, LOCയിലാണ് വന്നിരിക്കുന്നത്. LOCയിൽ വരുമ്പോൾ നമുക്ക് തിരിച്ചടിക്കാൻ പ്രയാസമുണ്ട്. കാരണം എന്താണ്, നമ്മുടെ പ്രദേശത്തേക്കല്ല വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ഒരു മാനം മര്യാദയുണ്ട്. അമേരിക്കയെ പോലെ അന്യരാജ്യങ്ങളെ പിടിച്ചടക്കുന്ന ഒരു പാരമ്പര്യവും ഒരു ആഭിജാത്യവും ഒന്നും അല്ലല്ലോ ഇന്ത്യക്കുള്ളത്. എന്തും തോന്നിയാസം നടത്തുന്ന ഒരു ജനാധിപത്യമല്ലോ ഇന്ത്യക്കുള്ളത്. കാരണം ഇപ്പം അങ്ങനെ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ എന്തിന് ഈ വയലേഷൻ നടത്തിയെന്ന് ചോദിക്കാൻ ഇവിടെ ഒരാളുണ്ടല്ലോ. എന്ത് കണ്ടാലും ചോദിക്കാൻ, എന്തിനും മോദിയെ എതിർക്കാനും BJP എതിർക്കാനും വേണ്ടിയിട്ട് തോറ്റു കിടക്കുന്ന കുട്ടിയെപ്പോലെ 1ാം ക്ലാസ്സിൽ പലതവണ തോറ്റു കിടക്കുന്ന കുട്ടികളുണ്ടോ? അവർക്ക് എന്തിനും ലൈസൻസ് ഉണ്ട്. അധ്യാപകരുടെ പ്രിയപ്പെട്ട ആളുമായിരിക്കും അദ്ദേഹം. കാരണം എന്താണ്, അവിടെ പോയി അതെടുത്തോണ്ട് പോവാ ഇതെടുത്തോണ്ട് പോവാ എന്നൊക്കെ ഉള്ള പണികൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. എന്ത് വേണമെങ്കിലും ചെയ്തുകൊണ്ട് 1ാം ക്ലാസ്സിൻ്റെ അതേ ബെഞ്ചിൽ തന്നെ അതേ സീറ്റിൽ തന്നെ ഇരിക്കുമല്ലോ. അതുപോലൊരു കുട്ടിയാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ അദ്ദേഹത്തിന് എന്തും പറയാനുള്ള ലൈസൻസ് ഉണ്ട്, അത് പറയട്ടെ. പക്ഷേ ഇന്ത്യ ഇതിന് പ്രതികാരം നിർവഹിക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. വന്നിരിക്കുന്നത് നമ്മുടെ ജൂഗുലർ വെയിൻ പാകിസ്ഥാൻ്റെ അല്ല, ഇന്ത്യയുടെ ജൂഗുലർ വെയിനായിട്ടുള്ള കാശ്മീരിലാണ്. അതങ്ങനെയൊന്നും വെറുതെ ഒന്നും വിടാൻ തീരുമാനിച്ചിട്ടില്ല. ഇപ്പോൾ ഇതെന്താണെന്ന് കണ്ടുപിടിച്ച് തെളിവുകളും വെച്ചിട്ട് അമേരിക്കയെ പോലെ യുദ്ധക്കുറ്റം ചെയ്യുന്ന രാജ്യമല്ലത്. വേണ്ടത് വേണ്ട സമയത്ത് തന്നെ കൊടുത്തോളും, ഒരു പ്രശ്നവുമില്ല, സദാ സജ്ജമാണ്. അന്നത്തേക്കാൾ ആയുധങ്ങളാലും പണത്താലും സമ്പന്നമാണ് ഇന്ന് ഇന്ത്യ. പക്ഷേ അന്നത്തേക്കാളും ആയുധങ്ങളാലും അതുപോലെ തന്നെ ഡിഫൻസ് കമാൻഡുകളാലും നഷ്ടപ്പെട്ട ദാരിദ്ര്യത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഉള്ളത്. അന്നത്തേക്കാൾ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയതിനേക്കാൾ മോശമായിട്ടുള്ള ഒരു നിലയിലാണ് ഇന്ന് പാകിസ്ഥാൻ ഉള്ളത് എന്നുള്ളത് കൊണ്ട് നമുക്കൊരു മേൽക്കൈ ഇവിടെ കിട്ടാൻ വളരെ എളുപ്പമായിട്ട് വരുന്നു. ഈ ആയുധങ്ങളെന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ സ്റ്റേറ്റ് സ്പോൺസേഡ് ടെറർ ഗ്രൂപ്പ്സ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ ചാരന്മാർ, യൂദാസ്മാർ അവർ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി കൊടുത്തതാവാനാണ് സാധ്യത. പിന്നെ മയക്കുമരുന്ന് കൊടുക്കുന്നത് പഞ്ചാബിനെയും അതുപോലെ ഇന്ത്യയെയും നശിപ്പിക്കാൻ വേണ്ടി. മയക്കുമരുന്നിൻ്റെ സ്ഥിരം ഉപഭോക്താക്കളോ ആയിക്കഴിഞ്ഞാൽ പിന്നെ നിർവീര്യമായ ഒരു ജനതയായിരിക്കും. ഇപ്പോൾ യൗവനക്ഷമമായ ശക്തരായിട്ടുള്ള ആൾക്കാരെ അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമം. അങ്ങനെയാണ് ഈ നോട്ടുകൾ, കള്ള നോട്ടുകളും ഒക്കെ വന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ താർക്കാൻ വേണ്ടിയിട്ട്, ഇന്ത്യയെ നിർവീര്യമാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ട്. അവർക്ക് ഇരുന്നു കൊണ്ട് കുതന്ത്രത്തിലൂടെ ചെയ്യാവും. നേരിട്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ പ്രോക്സി വാർ എന്ന് പറയുന്ന നിഴൽ യുദ്ധം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം നേരിട്ടൊന്നിനും പറ്റാത്തവൻ ചെയ്യുന്ന പരിപാടിയാണിത്. നമുക്ക് മഹാഭാരതത്തിൽ തന്നെ ഉദാഹരണമുണ്ടല്ലോ. ശകുനിക്ക് പഞ്ചപാണ്ഡവരോട് യുദ്ധം ചെയ്യാൻ പറ്റാതെ കൊണ്ട് കള്ളച്ചൂത് കളിച്ചു. ആ കള്ളച്ചൂതാണ് ഇപ്പോൾ പാകിസ്ഥാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിപ്പോൾ ശരിയായ കരുക്കൾ
ഇന്ത്യ നീക്കി കൊടുക്കും എന്നുള്ളതിന് സംശയമില്ല. നമ്മൾ തന്നെ ജയിക്കും. എന്തുകൊണ്ട്? സത്യം ഏവ ജയതേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.